നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 25 ശനിയാഴ്ചയാണ്. ഇടവം 11-ാം തീയതിയാണ്. ഇടവം 11ആണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പ് പുറത്തു വരുന്നു. ഇന്നലെ രാത്രിയിലും സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും അതിശക്തമായ മഴയുണ്ടായിരുന്നു. എറണാകുളത്തടക്കം കനത്ത മഴയാണ് ഇന്നലെ പെയ്തത്. മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്കിന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അത് പുറത്തു വരികയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6-ാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി 58 മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. അതിൻ്റെ ജനാധിപത്യ ഉത്സവത്തിൻ്റെ തത്സമയ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളൊക്കെ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. എന്തായാലും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 58 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. മനോഹർലാൽ ഖട്ടാർ, മെഹബൂബ മുഫ്തി, മനേകാ ഗാന്ധി, കനയ്യകുമാർ തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടുന്നു. 889 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. UDF ഏകോപന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പുതിയ ബാർക്കോഴ ആരോപണത്തിൽ രാഷ്ട്രീയമായി എങ്ങനെ പ്രതികരിക്കണമെന്ന് ചർച്ച ചെയ്യും. പണപ്പിരിവിനുള്ള ശബ്ദരേഖ ബാർ അസോസിയേഷൻ നേതാക്കൾ തന്നെ തള്ളിപ്പറഞ്ഞെങ്കിലും അത് മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെയും CPIM-നെയും ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രചാരണം കടുപ്പിക്കാൻ UDF. ഉമ്മൻചാണ്ടി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ബാർക്കോഴ ആരോപണം മറ്റൊരു രീതിയിൽ തിരിച്ചടിക്കാതിരിക്കാൻ കരുതൽ നടപടിയുമായി CPIM. മദ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ടില്ല എന്നിരിക്കെ ഇപ്പോഴുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന നിലപാടിൽ CPIM. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പിടിയിലായ PA സലീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. കർഷകർ ഉന്നയിച്ച ആരോപണങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം അന്തിമ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകും. കുഫോസ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനാ റിപ്പോർട്ടും ഇന്ന് കളക്ടർക്ക് മുന്നിൽ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ BJPയുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഇന്ന്. മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. നഗരത്തിൽ വെള്ളക്കെട്ടും പകർച്ചവ്യാധിയും രൂക്ഷമായിട്ടും മേയർ നടപടി സ്വീകരിച്ചില്ല എന്നും കോർപ്പറേഷൻ ഭരണം തകർന്നെന്നും BJP. കാനിൽ വീണ്ടും ഇന്ത്യൻ തിളക്കം. അനസൂയ സെൻ ഗുപ്തയ്ക്ക് അൺസോൾട്ടൻ റിഗാർഡ് മത്സര വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം. നേട്ടം ദ ഷെയിംലെസ്സിലെ അഭിനയത്തിന്. ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റൈൻ ബെഞ്ചിനോ ആണ് ചിത്രത്തിന്റെ സംവിധാനം. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ആക്രി കച്ചവടത്തിന്റെ മറവിൽ നികുതി വെട്ടിച്ചെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി സന്ദീപ് സതി സുധ. തട്ടിപ്പ് കണ്ടെത്തിയത് ഓപ്പറേഷൻ പാംട്രി എന്ന പരിശോധനയിലൂടെ. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ആരംഭിച്ച ആഴ്ചച്ചന്ത ഷെഡുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പരാതി. കുടുംബശ്രീ പ്രവർത്തകർക്കായിരുന്നു നടത്തിപ്പ് ചുമതല. പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഇളമ്പച്ചി തലിച്ചാലം റെയിൽവേ അടിപ്പാതയ്ക്ക് മേൽക്കൂരയൊരുങ്ങുന്നു. വെള്ളക്കെട്ട് തടയുകയാണ് ലക്ഷ്യം. കാസർഗോഡ് പാണത്തൂർ മുതൽ കുറത്തിപ്പതി വരെയുള്ള ഭാഗം ടാറിംഗ് തകർന്ന നിലയിൽ. ജനങ്ങൾ ദുരിതത്തിൽ. റോഡ് നവീകരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. കണ്ണൂർ തിരുമേനിപ്പുഴയുടെ പ്രാപ്പയിൽ തടയണയുടെ സമീപം കടപുഴകി വീണ വൻമരങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയില്ല എന്ന് പരാതി. 3 മരങ്ങളാണ് കടപുഴകി വീണത്. മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യം. വയനാട് മരക്കടവ് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനകൾ ജനവാസ മേഖലകളിൽ എത്തുന്നത് കർണാടക നാഗർകുള വനത്തിൽ നിന്നിറങ്ങി കബനി പുഴ കടന്ന്. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ നവീകരിച്ചില്ല എന്ന് പരാതി. റോഡിലെ കുഴിയിൽ ചരക്ക് ലോറിയുടെ ടയർ താഴ്ന്നു. എറണാകുളം ചിലവന്നൂർ ബണ്ട് റോഡ് പാലം പുനർനിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കനാലിന്റെ വീതിയും ആഴം കൂട്ടലും പുരോഗമിക്കുന്നു. ഈ മാസം 27 മുതൽ 2 ആഴ്ച കാലയളവിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും.
കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ സ്ഥാപിത ദിനാഘോഷം നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് പായിപ്ര പഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ മുഹമ്മദ് ഷാഫി. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും വൃക്ഷത്തൈ നൽകി അനുമോദിച്ചു. 500ഓളം വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത്. 31 കേരള ബറ്റാലിയൻ NCC കണ്ണൂർ സംഘടിപ്പിക്കുന്ന വാർഷിക പരിശീലന ക്യാമ്പ് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ ആരംഭിച്ചു. ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ അമർദീപ് സിംഗ് ബാലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ജൂൺ 1 സമാപിക്കും. 12 വർഷമായി മലിനീകരണം സൃഷ്ടിച്ച് കടപ്രയിൽ പ്രവർത്തിക്കുന്ന ബിറ്റുമിൻ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്ലാന്റ് പടിക്കലേക്ക് ഇന്ന് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഉദ്ഘാടനം ചെയ്യും. മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനുമെതിരെ മുൻകരുതൽ നടപടിയായി വാൽപ്പാറയിൽ അഗ്നിരക്ഷാസേന ഡ്രിൽ നടത്തി. ആരോഗ്യവകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ് വകുപ്പ് എന്നിവർ ഡ്രില്ലിൽ പങ്കെടുത്തു. തൃശൂർ ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച അപകടം. ആളപായമില്ല. അപകടത്തിൽപ്പെട്ടത് കുന്നംകുളം ഭാഗത്ത് നിന്ന് കൂനമുച്ചി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ. രജത ജൂബിലിയിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം 25-ാം വാർഷികാഘോഷത്തിന് ഒരുക്കിയിരിക്കുന്നത് വിപുലമായ പദ്ധതികൾ. കുന്നംകുളം ചൊവ്വന്നൂരിലെ മീമ്പിക്കുളം ചളി നിറഞ്ഞ നിലയിൽ. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. കുളം വൃത്തിയാക്കാനുള്ള പ്രവൃത്തികൾ മുന്നോട്ടു പോകുന്നില്ല എന്ന് ആരോപണം. കോഴിക്കോട് പൂക്കാട് കലാലയം കനക ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നാടൻ കലോത്സവമായ ഗ്രാമീണം 2024 ഉള്ളിയേരി കേന്ദ്രത്തിൽ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വിഭാഗം മുൻ മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ ഉദ്ഘാടനം ചെയ്തു. കാവിൽ P മാധവൻ അധ്യക്ഷനായി. അറിവിന്റെ കാവലിൽ 1/4 നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ പത്തനംതിട്ട തിരുവല്ല നിരണം ജാമിയ അൽ ഇസ്ഹാനിൽ സിൽവർ ജൂബിലി സനദ്ദാന സമ്മേളനത്തിന് തുടക്കമായി. സൈദലവി ഫൈസി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം നാളെ. തൃശൂർ മുരിങ്ങൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക ഉയർന്നത് ബൈക്ക് യാത്രികരാണ് ബസ് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അന്തർ സംസ്ഥാന ബൈക്ക് മോഷണ സംഘത്തെ പിടികൂടി കൊല്ലം ഈസ്റ്റ് പോലീസ്. കൊല്ലം പിണക്കൽ സ്വദേശി അനസ് ഉൾപ്പെടെ 7 പേർ പോലീസ് കസ്റ്റഡിയിലായെന്ന് സൂചന. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ IMC നടത്തുന്ന 1 വർഷ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. കോട്ടയം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന വ്യവസ്ഥയിൽ ഹിന്ദി, ഹിസ്റ്ററി, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന്. പൂഞ്ഞാർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. സയൻസിൽ 50% മാർക്കോടെ +2 വിജയിച്ചവർക്കും ITI വിജയിച്ചവർക്കും അപേക്ഷ നൽകാം. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കുള്ള OMR പരീക്ഷ ജൂൺ 16-ന്. ഹോൾ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാകും. നോക്കാമിനി ദേശീയ വാർത്തകൾ. രാജസ്ഥാനിൽ കനത്ത ചൂട്. ഫലോഡിയിൽ താപനില 49 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത 4 ദിവസത്തിൽ ചൂട് ഇനിയും കൂടുമെന്ന് മുന്നറിയിപ്പ്. ഭക്ഷണം വിളമ്പാത്തതിനെ തുടർന്ന് അമ്മയെ മകൻ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. സംഭവം മധ്യപ്രദേശ് രത്ലം ജില്ലയിൽ. പ്രതിക്കായി തെരച്ചിൽ. ഛത്തീസ്ഗഡിലെ ഏറ്റുമുട്ടൽ 72 മണിക്കൂറിടെ കൊല്ലപ്പെട്ടത് 8 നക്സലുകൾ. വൻതോതിൽ ആയുധങ്ങൾ കണ്ടെടുത്തു. ഭോപ്പാലിൽ ഡ്യൂട്ടിക്കിടെ ഉറങ്ങുകയായിരുന്ന 4 വാച്ചർമാരെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. കൊലപാതകം ജോലിക്കിടെ ഉറങ്ങുന്നത് ഇഷ്ടമല്ലാത്തതിനാലെന്നും മൊഴി. പ്രതി 19-കാരനായ ശിവപ്രസാദ് ദുർവെ. ഗുജറാത്തിൽ ഉഷ്ണതരംഗം. ചൂടിനെ തുടർന്ന് 2 പേർ മരിച്ചു. 61 പേർ ചികിത്സയിൽ. മധ്യപ്രദേശിലും ചൂട് കനക്കുന്നു. കടുത്ത ചൂടിനെ തുടർന്ന് ട്രാൻസ്ഫോമറുകൾ തണുപ്പിക്കാൻ കൂളറുകളും ഫാനുകളും സ്ഥാപിച്ച് ഇൻഡോർ ഇലക്ട്രിസിറ്റി ബോർഡ്. പൂനെയിൽ 17-കാരനോടിച്ച കാറിടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ കൃത്യവിലോപത്തിന് 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി അപകടത്തെപ്പറ്റി വയർലെസ് കൺട്രോൾ റൂമിനെ അറിയിക്കാത്തതിനെ തുടർന്ന്. പശ്ചിമബംഗാളിൽ റൊമാൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ്.
ഉത്തർപ്രദേശിൽ ജഡ്ജിയുടെ വളർത്തുനായയെ കാണാതായതിൽ അയൽക്കാരായ 14 പേർക്കെതിരെ കേസ്. അയൽവാസി നായയെ ബലമായി തട്ടിയെടുത്തെന്ന് പരാതി. രജിസ്ട്രേഷന് ശേഷം മാത്രമേ ഉത്തരാഖണ്ഡിൽ ചാർധാം യാത്രയ്ക്ക് പോകാവൂ എന്ന് തീർത്ഥാടകരോട് UP സർക്കാർ. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്താണ് തീരുമാനം. ഇന്ത്യൻ ഗ്ലോബൽ ഫോറത്തിന്റെ 6ാം വാർഷിക IGF ലണ്ടനിൽ ജൂൺ 24 മുതൽ 28 വരെയാണ് IGF. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഏറ്റുമുട്ടൽ, 6 പേർക്ക് പരിക്കേറ്റു, 12 പേർ അറസ്റ്റിൽ. നാഗ്പൂരിൽ 3 വയസ്സുള്ള കുട്ടിയെ നായ്ക്കൾ കടിച്ചുകൊന്നു. തെരുവ് നായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി മരിച്ചത് ചികിത്സയിലിരിക്കെ. സീറ്റ് ബെൽറ്റ് നിയമങ്ങൾ കർശനമാക്കി സിംഗപ്പൂർ എയർലൈൻസ്. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് ഒരാൾക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് നടപടി. സംഭവത്തിൽ CEO യാത്രക്കാരോട് ക്ഷമ ചോദിച്ചിരുന്നു. ന്യൂയോർക്കിലെ ബ്രോൺസ് യൂണിവേഴ്സിറ്റി ഹൈറ്റ്സ് പരിസരത്ത് വെടിവെപ്പ്, 2 പേർ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. ആന്റിഗ്വൻ മന്ത്രിക്ക് കൈക്കൂലി നൽകിയെന്ന കേസിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ വ്യവസായിക്കെതിരെ കേസ്. കൺസർവേറ്റീവ്, ലേബർ പാർട്ടികൾക്ക് പീറ്റർ വെറുതി സംഭാവനകൾ നൽകിയെന്നാണ് പരാതി. 1918 കപ്പൽ തകർച്ചയെ അതിജീവിച്ച അപൂർവ ഇന്ത്യൻ നോട്ടുകൾ ലണ്ടനിൽ ലേലത്തിന്. 2 10 രൂപ നോട്ടുകളാണ് ഈ മാസം 29 ലേലത്തിൽ വയ്ക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ജോർജ് കോയിന് പ്രചോദനമായ ജപ്പാനീസ് നായ കബോസു വിടവാങ്ങി. ലുക്കേമിയെ തുടർന്നാണ് അന്ത്യം. ഉത്തര കൊറിയയുടെ ആയുധ വിതരണവുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച് ജപ്പാൻ. ബെലാറസിലെ 2 സ്ഥാപനങ്ങൾക്കൊപ്പം 9 റഷ്യൻ സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കൾ മരവിപ്പിക്കുമെന്ന് മന്ത്രാലയം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചെക്ക് പ്രസിഡന്റ് ആശുപത്രി വിട്ടു. നേരത്തെ നിശ്ചയിച്ച വിദേശ യാത്രകളിൽ മാറ്റമുണ്ടാവില്ല. റഷ്യൻ പൗരന്മാർക്കുള്ള പ്രവേശന നിയന്ത്രണങ്ങൾ കർശനമാക്കി നോർവേ. വിനോദസഞ്ചാര ആവശ്യങ്ങൾക്ക് തടയിടുകയാണ് ലക്ഷ്യം. വിയറ്റ്നാമിലെ ഹനോയിയിൽ പാർപ്പിട കെട്ടിടത്തിൽ തീപിടുത്തം, 14 മരണം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് പ്രാഥമിക നിഗമനം. മിസൗറി പ്രതിനിധി ബെൻ ബേക്കറുടെ മകളും മരുമകനും കൊല്ലപ്പെട്ടു. ഹെയ്റ്റിൽ വെച്ച് ഒരു സംഘം വെടിവെച്ചു കൊന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഗസയിൽ നിന്ന് 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇസ്രയേൽ. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 4 അതിർത്തി ഗ്രാമങ്ങൾ അസർബൈജാന് വിട്ടു നൽകിയ അർമാനിയ. ദീർഘനാളത്തെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലെ തീരുമാനപ്രകാരമാണ് നടപടി. ബെഞ്ചമിൻ നെതന്യാഹുവിനും ഹമാസ് നേതാക്കൾക്കുമെതിരായ അറസ്റ്റ് വാറന്റിനെ സ്വാഗതം ചെയ്ത US സെനറ്റർ ബേർണി സാൻഡേഴ്സ്. അന്താരാഷ്ട്ര നിയമം ആഗോള സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് പ്രതികരണം. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. BSE സെൻസെക്സിലേക്ക് അദാനി പോർട്സ് ജൂൺ 24 മുതൽ ഉൾപ്പെടും. വിപ്രോയ്ക്ക് പകരമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം. വാൾമാർട്ട് നയിക്കുന്ന ഫണ്ടിംഗ് റൗണ്ടിൽ ഫ്ലിപ്കാർട്ടിന്റെ ഓഹരികൾ വാങ്ങാൻ ഗൂഗിൾ. നിക്ഷേപകനായി ഗൂഗിളിനെ ചേർക്കുമെന്ന് ഫ്ലിപ്കാർട്ടിന്റെ പ്രഖ്യാപനം. രാജ്യത്തെ തിരക്കേറിയ റൂട്ടുകളിൽ വിമാനങ്ങളിൽ ബിസിനസ് ക്ലാസ് സൗകര്യം ഏർപ്പെടുത്താൻ ഒരുങ്ങി ഇൻഡിഗോ എയർലൈൻസ്. എയർലൈനിന്റെ 18ാം വാർഷികത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് കമ്പനി. യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളിലൊന്നായ ഫിൻലാൻഡ് തൊഴിലാളി ക്ഷാമം മൂലം പ്രതിസന്ധിയിൽ. രാജ്യത്തെ പൗരന്മാരിൽ തൊഴിലെടുക്കാവുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് റിപ്പോർട്ട്. MS ധോണി ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോൺ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറാകും. ധോണിയുമായി 7 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ. EV സെഡാൻ കാറുമായി ജപ്പാനീസ് കാർ നിർമ്മാതാക്കളായ ഹോണ്ട 0 സീരീസ് എന്ന പേരിൽ 2030 7 ഇലക്ട്രിക് കാറുകൾ പുറത്തിറക്കാൻ ഹോണ്ട പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. അശോക് ലെയ്ലാൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി KM ബാലാജിയെ നിയമിച്ചു. നിലവിൽ ഡെപ്യൂട്ടി CFO ആയ ബാലാജി ജൂൺ 1 മുതൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ചുമതല ഏറ്റെടുക്കും. തുടർച്ചയായി 6ാം പാദത്തിലും ഇൻഡിഗോ ലാഭത്തിൽ. വരുമാനം 26% ഉയർന്നു. വിപണി വിഹിതം അനുസരിച്ച് ഏറ്റവും വലിയ ബജറ്റ് എയർലൈനാണ് ഇൻഡിഗോ. ഇന്ത്യയിൽ ഇനി ജാഗ്വർ റേഞ്ച് റോവർ ഉൽപ്പാദിപ്പിക്കും. റേഞ്ച് റോവർ സ്പോട്ട് എന്നീ മോഡലുകൾ ടാറ്റ മോട്ടോഴ്സിന്റെ പൂനെയിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിലായിരിക്കും അസംബിൾ ചെയ്തെടുക്കുക.
കായിക വാർത്തകൾ. IPL ഫൈനലിൽ പ്രവേശിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 36 റൺസിന് തകർത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലേക്ക് എത്തിയത്. ചെപ്പോക്കിൽ സ്പിന്നർമാരാണ് രാജസ്ഥാന്റെ ഫൈനൽ മോഹങ്ങളെ തകർത്തത്. സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബായ ബാഴ്സലോണയുടെ പുതിയ കോച്ചായി ഹാൻസി ഫ്ലിക്കിനെ നിയമിച്ചു. സാവി ഫെർണാണ്ടസിനെ പുറത്താക്കലിന് പിന്നാലെയാണ് ഫ്ലിക്കിന്റെ നിയമനം. 2020 ലോകകപ്പിനുള്ള പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചു. ബാബർ അസം നായകൻ, മുഹമ്മദ് ആമിറും ഇമദ് വസീമും തിരിച്ചെത്തി. ഷഹീൻ ഷാ അഫ്രീദി, മുഹമ്മദ് റിസ്വാൻ എന്നിവരും ടീമിൽ. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ അംബാസിഡറായി മുൻ പാകിസ്ഥാൻ ഓൾറൗണ്ടർ ഷാഹിദ് അഫ്രീദിയെ നിയമിച്ചു. യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട് എന്നിവരും അംബാസിഡർമാരാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ICC തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. മഞ്ഞ ഫ്രോക്കിൽ തിളങ്ങി മോം ടു ബി ദീപിക പദുക്കോൺ. ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സ്വന്തം ബ്യൂട്ടി ബ്രാൻഡിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഫോട്ടോഷൂട്ട്. നടി മീര വാസുദേവ് വിവാഹിതയായി. സിനിമാ ടെലിവിഷൻ ക്യാമറമാൻ വിപിനാണ് വരൻ. മീര തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഡിസ്റ്റിങ്ഷനോടെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ സാറ ടെണ്ടുൽക്കറെ അഭിനന്ദിച്ച് പിതാവും ക്രിക്കറ്റ് ഇതിഹാസവുമായ സച്ചിൻ ടെണ്ടുൽക്കർ. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ന്യൂട്രീഷനിലാണ് സാറ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത്. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നടുറോഡിലെ യുവാവിന്റെ മഴ നൃത്തം. വീഡിയോ ഏറ്റെടുത്ത സൈബർ ലോകം. കാറ്റായി പറന്നുയർന്നു വാനിൽ ചാറ്റും വെണ്ണില മുത്തം മാനായി മയങ്ങി നിന്നു മാനിൽ തേങ്ങും കണ്ണു നീർമുത്തം പ്രണയമായി ചെന്ന മുത്തം എന്നെ പാട്ട് പോലെ നീട്ടുന്ന മുത്തം. വൈറലായി സഹോദരന്റെയും കുഞ്ഞിപ്പെങ്ങളുടെയും സ്നേഹം. തീവ്രമായ ചൂടിൽ വീർപ്പുമുട്ടുകയാണ് ഉത്തരേന്ത്യ. രാജസ്ഥാനിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ പപ്പടം ചുട്ടെടുത്ത BSF ജവാൻ. നോക്കാം ഫാക്ട് ചെക്ക്. മുംബൈ നഗരത്തിലെ വികസനം എന്ന രീതിയിൽ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. പശ്ചിമ ബംഗാളിൽ നിന്ന് 5.20 കോടി രൂപ വിലമതിക്കുന്ന സ്പിരിറ്റ് പിടികൂടി. പ്രതികൾ അറസ്റ്റിൽ. മുംബൈയിൽ നിന്ന് 200 ഗ്രാം കൊക്കൈൻ പിടികൂടി.
നൈജീരിയൻ പൗരൻ അറസ്റ്റിൽ. പ്രതിയെ അറസ്റ്റ് ചെയ്ത് മുംബൈ ആന്റി നാർക്കോട്ടിക് സെൽ. പാപ്പുവ ന്യൂഗിനിയയിൽ മണ്ണിടിച്ചിൽ 100-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നു. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി പാംബ്ല ഡാമുകൾ ഉടൻ തുറക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും കരകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം.